ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നെടുമുറിക്കൽ വീട് വിട്ടിറങ്ങാൻ അലീന തീരുമാനിച്ചിരിക്കുകയാണ്. അലീന തിരിച്ചു പോകുന്നത് അലീനയുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരെയും സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ട് എല്ലാവരുടെയും കണ്ണുനീര് തുടച്ചുകൊണ്ട് അലീന നെടുമുറിക്കൽ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അലീനനെ കൊണ്ടുചെന്നാക്കുന്നത് ബാലചന്ദ്രനും ഗംഗാധരനും കൂടിയായിരിക്കും കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ വീടിന്റെ പടിയിറങ്ങുന്ന അലീനയ്ക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നില്ല. കാരണം തന്റെ സഹോദരങ്ങളോടൊപ്പം ഒരുപാട് കാലം ജീവിക്കണമെന്നും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് കുറച്ചു ദിവസം കൂടി അവരുടെ കൂടെ കഴിയണമെന്നൊക്കെ അലീനയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാന നിമിഷമായപ്പോഴാണ് എല്ലാവരും അലീനയെ സ്നേഹിക്കാനും പരിചരിക്കാനും അവരുടെ ചേച്ചിയായിട്ട് ആവോളം സ്നേഹം നൽകി അവര് അലീനയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹം കുറച്ചു കാലം കൂടി ആസ്വദിക്കണം എന്ന് അലീനയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും വൈജി സമ്മതിച്ചില്ല. വൈജിയുടെ പിടിവാശി കാരണം, തന്റെ സ്വന്തം അമ്മയുടെ പിടിവാശി, തന്നെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള വാശി കാരണമാണ് അലീന ആ വീട് വിട്ടിറങ്ങുന്നത്. ഇനി ചെന്ന് കയറുന്ന വീട് എങ്ങനെയായിരിക്കും, അവര് തന്നോട് എങ്ങനെ പെരുമാറും, തന്റെ അച്ഛന് തന്നെ ഇഷ്ടമായിരിക്കോ എന്നൊന്നും അലീനയ്ക്ക് അറിയില്ല. തന്റെ അച്ഛനല്ലായിരുന്നിട്ട് പോലും ഒരു അച്ഛന്റെ സ്നേഹം നൽകി വാത്സല്യം നൽകി തന്നെ നോക്കി വളർത്തിയ ബാലചന്ദ്രനെ വിട്ടുപോവാൻ അലീനയ്ക്ക് ഒരിക്കലും മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. മനുവേട്ടൻ, ബാലചന്ദ്രൻ, കൃഷ്ണമോള്, ബബിത, രോഹിത് എല്ലാവരെയും ഒരുപാട് അലീന സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവരെയൊന്നും വിട്ടുപോവാൻ അലീനയ്ക്ക് മനസ്സില്ല. പക്ഷെ അലീനയ്ക്ക് അത് ചെയ്തേ പറ്റൂ. അലീനയുടെ കുടുംബം, അതായത് അവളുടെ അമ്മ ജീവിക്കുന്ന ആ കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. തന്റെ അമ്മ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് അലീനയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. താൻ കാരണം അമ്മയുടെ ജീവിതം, കുടുംബ ജീവിതം തകരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോയേ പറ്റുള്ളൂ. ഒരിക്കലും ഞാൻ ആരാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ വൈശയോട് തുറന്നു പറയരുത്, അല്ലെങ്കിൽ അമ്മയോട് ഒരിക്കലും അച്ഛനത് തുറന്നു പറയരുത് എന്നൊരു വാക്കുകൂടി ബാലചന്ദ്രനിൽ നിന്ന് വാങ്ങിയിട്ടാണ് അലീന ആ വീടിന്റെ പടി ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരെയും സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ട് അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അലീനയെ കൊണ്ടു ചെന്നാക്കുന്നത് ബാലചന്ദ്രനും ഗംഗാധരനും കൂടിയാണ് കേട്ടോ. ആ വീട്ടുമുന്നിൽ, സ്റ്റാൻലി ജോസഫിന്റെ വീട്ടുമുന്നിൽ കാർ ചെന്ന് നിർത്തി. ഒരിക്കലും ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറാൻ അലീനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെ തന്നെ സ്വീകരിക്കുമെന്ന് അലീനയ്ക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വൈജിയുടെ കുടുംബത്തിലേക്ക് അലീന ചെന്നത്. പക്ഷെ അവൾക്ക് നേരിടേണ്ടി വന്നത് ഒരുപാട് ക്രൂരതകളും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അലീന പോകുന്നത് കേട്ടോ. ഗംഗാധരൻ അലീന വരുന്നതിന് മുന്നേ തന്നെ സ്റ്റാൻലി ജോസഫിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അന്നൊന്നും അറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അന്ന് ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ കുട്ടീനെ ഓർഫനേജിൽ ആക്കേണ്ടി വന്നത്. പക്ഷെ ആ കുട്ടി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. ഇത്ര ദിവസം വൈജയുടെ വീട്ടിലായിരുന്നു, വൈജയോട് പക്ഷെ അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻലിക്ക് അറിയാം അലീന തന്റെ സ്വന്തം മകളാണെന്ന്. അതുകൊണ്ട് അവൾക്ക് പോകാൻ വേറൊരു ഇടമില്ല, ഇനി അവളെ അനാഥയാക്കി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രന്റെ ഒരേ ഒരു നിർബന്ധ പ്രകാരമാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് അലീനയെ ഗംഗാധരൻ കൊണ്ടുപോകുന്നത്. പക്ഷെ അവര് പ്രതീക്ഷിച്ചൊരു പശ്ചാത്തലമൊന്നും ആയിരിക്കില്ല കേട്ടോ ആ വീട്ടില്. സ്റ്റാൻലി ജോസഫ് തന്റെ ഭാര്യയും കുട്ടികളുമായിട്ട് പിണങ്ങിയിട്ടാണ് ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കേട്ടോ. സ്റ്റാൻലി ജോസഫും പിന്നെ കുറച്ച് നായ്ക്കളും മാത്രമാണ് ആ വീട്ടിലുണ്ടാവുക കേട്ടോ. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അലീനയ്ക്ക് ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നായ്ക്കളും അതിന്റെ നടുവിൽ തന്റെ അച്ഛൻ മാത്രം. അച്ഛന്റെ കുടുംബം വേർപിരിഞ്ഞ് കഴിയാണ് എന്നറിയുന്ന ആ നിമിഷം ആ കുടുംബത്തിനെ ഒന്നിച്ച് കൊണ്ടുവരണം, അച്ഛന്റെ ഭാര്യയെയും അച്ഛന്റെ മക്കളെയും ഒരുമിച്ച് ചേർത്ത് ഒരു കുടുംബമായി ജീവിക്കണം എന്നുള്ളതായിരിക്കും പിന്നീട് അലീനയുടെ ലക്ഷ്യം കേട്ടോ. അങ്ങനെ അലീനയും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. പക്ഷെ വലിയൊരു സ്വീകരണം ഒന്നും അലീനയ്ക്ക് അവിടെ കിട്ടില്ല കേട്ടോ. ഒരു മടുപ്പോട് കൂടി, അല്ലെങ്കിൽ തന്റെ ഒരു കുടുംബം ഇപ്പൊ നശിച്ച് പോയിരിക്കുകയാണ്, ഇനി അതിലേക്ക് ഒരു അംഗം കൂടി എന്നൊരു ചിന്താഗതിയോടെ ആയിരിക്കും കേട്ടോ സ്റ്റാൻലി ജോസഫ് അലീനയെ സ്വീകരിക്കുക. കയറിയിരിക്കാൻ പറയുന്നുണ്ട്, ഒരു മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവിടെ കിടന്നോളൂ, അവിടെ കഴിച്ചോളൂ, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്നുള്ളൊരു ഭാവമായിരിക്കട്ടെ അയാൾക്ക്. അയാളെടുത്ത് അലീനയെ ആക്കി പോരാൻ ബാലചന്ദ്രന് തീരെ മനസ്സ് വരുന്നില്ല കേട്ടോ. ആ വീടിന്റെ പശ്ചാത്തലവും ഒരിക്കലും ബാലചന്ദ്രന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. തന്റെ വീട്ടിൽ തന്റെ കുട്ടികളുടെ ഒപ്പം കഴിഞ്ഞിരുന്ന അലീനയ്ക്ക് ഇപ്പൊ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണ്ടേ എന്നൊരു ചിന്താഗതി ആയിരിക്കും കേട്ടോ ബാലചന്ദ്രൻ ഉണ്ടാവുക. സ്റ്റാൻലി ജോസഫിനോട് ഒന്നും തന്നെ സംസാരിക്കാനോ ഒന്നും ബാലചന്ദ്രൻ പോകുന്നില്ല കേട്ടോ. കാരണം തന്റെ ഭാര്യയുടെ കാമുകനാണ്, തന്റെ ഭാര്യയിൽ
മുന്നേ കഴിഞ്ഞിരുന്നത് ഇയാളുടെ കൂടെയാണെന്നൊക്കെ അറിയുമ്പോൾ ഏതൊരു ഭർത്താവിനായാലും അത് സഹിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് ബാലചന്ദ്രനും. ബാലചന്ദ്രൻ അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അലീനേനെ അവിടെ ആക്കി പോകുന്ന വിഷമത്തിലായിരിക്കും കേട്ടോ. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ബാലചന്ദ്രന് കഴിയുന്നില്ല. ആ സങ്കടവും അവളോടുണ്ടായിരുന്ന വാത്സല്യം സ്നേഹമൊക്കെ ഇങ്ങനെ ചങ്കിലൊരു കല്ല് കയറ്റി വെച്ച വേദനയിൽ നിൽക്കായിരുന്നു ബാലചന്ദ്രൻ. അങ്ങനെ ഗംഗാധരൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അലീനോട് സംസാരിക്കുന്നുണ്ട്. മോൾക്ക് ഇവിടെ സുഖമായിരിക്കും, എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ഞങ്ങളെ വിളിക്കണം, ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, മോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, കുഴപ്പമില്ല അങ്കളെ, എനിക്കിതൊക്കെ ശീലായതല്ലേ, അവിടെ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, ഇവിടെ എല്ലാം എനിക്ക് ശരിയാക്കാൻ പറ്റും, ആരും എന്നെ കുറിച്ച് ഇനി ആലോചിക്കേണ്ട, എന്നെ കുറിച്ച് ചിന്തിച്ച് വെറുതെ സങ്കടപ്പെടേണ്ട, അച്ഛനോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അച്ഛൻ ഇനി എന്നെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഒരുപാട് ദൂരത്തൊന്നല്ലല്ലോ, എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം, ഇനി വെറുതെ ആലോചിച്ച് വല്ല അസുഖം വരുത്തി വെക്കരുത്, കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, അമ്മയോട് ഒന്നും പറയാൻ പോകരുത്, അമ്മ അവിടെ ഉണ്ടെന്ന് പോലെ അച്ഛൻ നോക്കണ്ട, അച്ഛൻ അച്ഛന്റെ ജോലി ചെയ്തോളൂ, രോഹിത്തിനെയും ബാബിതേനെയും കൃഷ്ണമോളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഞാനില്ലാത്ത കുറവ് അച്ഛൻ നികത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറയുമ്പോ അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അലീന കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോ അലീന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി ഒരുപാട് നേരം നിൽക്കണ്ട, അച്ഛനും അങ്ങളും പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ മോളെ ഞാൻ ഇവിടെ നിന്നാക്കി പോവാ, എത്ര സൗകര്യത്തിൽ ജീവിച്ചതാ നീ ഞങ്ങളുടെ അവിടെ, ഇവിടെ നിനക്ക് പറ്റൂ വെച്ചാ, ഇതിലും സൗകര്യം കുറഞ്ഞിടത്തല്ലേ ഞാൻ ജീവിച്ചിരുന്നത്, പിന്നെ കുറെ സൗകര്യത്തിലൊന്നല്ലല്ലോ അച്ഛ കാര്യം, കൂടെ ജീവിക്കുന്നവരുടെ മനസ്സിന്റെ വലിപ്പത്തിലല്ലേ കാര്യം, ഞാനൊക്കെ മാനേജ് ചെയ്തോളാം, എനിക്കതിന് പറ്റും, പിന്നെ എന്റെ സ്വന്തം അച്ഛന്റെ കൂടെ അല്ലേ ഞാൻ എന്ന് പറയുമ്പോ ബാലചന്ദ്രന് വിങ്ങി പൊട്ടുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ സ്വന്തം ആയിരുന്നില്ലല്ലോ അല്ലേ എന്ന് അലീനയോട് ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ട്, അങ്ങനെയാണോ, ഞാൻ ആദ്യം അച്ഛാന്ന് വിളിച്ചത് ഈ അച്ഛനല്ലേ, എനിക്ക് എന്നും എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ആദ്യം അച്ഛൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല, എനിക്ക് ആദ്യം ഒരു അച്ഛന്റെ സ്നേഹം കിട്ടിയത് അച്ഛന്റെ അടുത്തല്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല, പക്ഷെ എനിക്ക് എപ്പോഴും അച്ഛന്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് അലീന കരയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ജനലിന്റെ അപ്പുറത്ത് നിന്ന് സ്റ്റാൻലി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാലചന്ദ്രനെ എത്രമാത്രം അലീന സ്നേഹിച്ചിരുന്നു, ബാലചന്ദ്രൻ തിരിച്ചും അലീനയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് മനസ്സിലാക്കുന്ന ഒരു നിമിഷമായിരുന്നു കേട്ടോ. അത് അയാൾക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ഗൗരവക്കാരന്റെ രൂപം അണിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളില് ഒരു പിഞ്ചു മനസ്സാണ് സ്റ്റാൻലി ജോസഫിനുള്ള കേട്ടോ. ഒരു പട്ടാളക്കാരൻ, ഗൗരവക്കാരൻ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് സ്റ്റാൻലി ജോസഫ് തന്റെ മകളായ അലീനോട് പെരുമാറുക. പതുക്കെ പതുക്കെയാണ് അലീനയെ സ്നേഹിച്ചു തുടങ്ങുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും ഗംഗാധരനും അലീനയെ അവിടെ ആക്കി പോരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അലീന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലി ജോസഫിന്റെ കുടുംബത്തെ പറ്റിയിട്ടും അയാൾക്ക് മക്കളെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ പട്ടികള്, നായ്ക്കളൊന്നും ആരുമായിട്ട് ഇണങ്ങാത്ത ആൾക്കാരായിരിക്കും കേട്ടോ. പക്ഷെ അലീനയുമായിട്ട് അവർ പെട്ടെന്ന് ഇണങ്ങും. അലീനയായിരിക്കും പിന്നെ ഫുഡ് കൊടുക്കുകയും അവരുമായിട്ടുള്ള അലീനയുടെ ഓരോ സംസാരങ്ങളൊക്കെ സ്റ്റാൻലി ജോസഫിന്റെ പുഞ്ചിരി വിടർത്തുന്നതും അങ്ങനെയൊക്കെയാണ്. പിന്നീട് സ്റ്റാൻലി ജോസഫ് അലീനയുമായിട്ടൊരു തന്റെ മകളാണെന്ന രീതിയിൽ അലീനയെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെ ആ രണ്ടു കുടുംബങ്ങളെയും അലീന സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയെ കാണും, അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ആ കുടുംബത്തിന് തിരിച്ച് ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ നല്ല നല്ല കഥാസന്ദർഭങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഈ നെടുമ്പറയ്ക്കൽ വീട്ടിൽ നിന്ന് അലീന വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അവിടെയും അലീനയ്ക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തു തീർത്ത് വീണ്ടും അലീന തിരിച്ചു നെടുമ്പറയ്ക്കൽ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.